ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി ഖണ്ഡർ രാജീവരെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. SS ശരൺ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരൺ, നിർണായകമായ ചോദ്യം ചെയ്യലാണ്. ഇപ്പോൾ എത്ര സമയം പിന്നിട്ടിരിക്കുന്നു? ആര്യ, വളരെ നിർണായകമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ തന്ത്രി ഖണ്ഡർ രാജീവർക്ക് ഇന്ന് രാവിലെ 11 മണിക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ അദ്ദേഹം വൈകി 1 മണിക്ക് ശേഷമാണ് ഇഡിയുടെ കൊച്ചി ഓഫീസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി ശബരിമലയിലേക്ക് എത്തിച്ചേരുന്നത്. ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് അനുവാദം നൽകുകയെല്ലാം ചെയ്തിരുന്നു. ഇതിന് പുറമെ തന്നെ നമുക്കറിയാം, സ്വർണ്ണക്കൊള്ള കേന്ദ്രീകരിച്ച് മാത്രമല്ല ഈ ശബരിമലയിലെ മറ്റ് ക്രമക്കേടുകളിലേക്ക് കൂടി ഇഡി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഈ വാജിവാഹനം അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വാജിവാഹനം ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയാണ് വീട്ടിൽ കൊണ്ടുവച്ചിരുന്നതെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾക്ക് തന്ത്രി മറുപടി പറയേണ്ടി വരും. എന്തായാലും ആദ്യഘട്ടത്തിൽ നമുക്കറിയാം തന്ത്രി ഇഡിയുടെ അന്വേഷണ പരിധിയിലുണ്ടോ എന്നുള്ള വലിയ സംശയം ഉണ്ടായിരുന്നതാണ്. കാരണം 21 ഇടങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഇഡിയുടെ ഭാഗത്തു നിന്ന് വലിയ റെയ്ഡ് നടക്കുന്ന സമയത്ത് തന്ത്രിയുടെ വീട് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ തന്ത്രിയെ പിന്നീട്, അതായത് SIT കേസിൽ തന്ത്രി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെ കൂടിയാണ് ഇഡി നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇന്ന് ഇഡിക്ക് മുന്നിൽ തന്ത്രി ഹാജരായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. തന്ത്രി ഇഡിക്ക് മുന്നിൽ. SS ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.